വിദ്യാർത്ഥികൾക്ക് അറിവും കൗതുകവും ഒരുപോലെ സമ്മാനിച്ച മുതിർന്നവരുടെ ഓലമിടയൻ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും അന്യമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പണ്ട് ഓല കെട്ടൽ എന്നൊരു വീടുകളിൽ ഓല കെട്ടലുണ്ട്. 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കൽ ആ ഓല മെനഞ്ഞ വീടുകൾ, അത് എത്ര സുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു. അതൊന്നും കാണാനില്ല, എന്നെല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്. അപ്പോൾ ഓലമിടയൽ എന്നത് ഒരു ഗൃഹാതുരത്വമാണ് മലയാളികളെ സംബന്ധിച്ച്. പുതിയ തലമുറയ്ക്ക് അറിയുക പോലും ഉണ്ടാവില്ല. കോഴിക്കോട് കൊടിയത്തൂരിലെ പന്നിക്കോട് AUP സ്കൂളിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഓലമിടയൽ മത്സരമാണ് ഇതിന് അനുഭവം പകർന്നത്. ഇത് ഓലമിടയിലൊക്കെ ഒരു മത്സരമായി മാറിയിരിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. ആ റിപ്പോർട്ട് കാണാം. ഓലമേഞ്ഞ വീടുകളടക്കം അന്യമാകുമ്പോൾ പുതുതലമുറയ്ക്ക് അവ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓലമിടയിൽ മത്സരം നടന്നത്. അധ്യാപകരും രക്ഷിതാക്കളും PTA കമ്മിറ്റി അംഗങ്ങളും ആവേശത്തോടെ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ കുട്ടികൾക്ക് അത് നവ്യാനുഭവമായി. രക്ഷിതാക്കൾക്കും PTA-കാർക്കും ടീച്ചേഴ്സിനും ഒക്കെ കൂടിയിട്ട് ഒരു മത്സരം എന്നതിലുപരി ഒരു ഓലമടച്ചിലാണ് ഇന്ന് നടന്നത്. അതിനോടനുബന്ധിച്ച് ഈ ഓല നമുക്ക് വേസ്റ്റായി പോകുന്നില്ല. നമുക്കത് കൗണ്ടറുകൾ ഉണ്ടാക്കാനും മറ്റു കാര്യത്തിനും ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചത്. 20ഓളം പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരാർത്ഥികൾ പലർക്കും അത് ഇന്നലകളിലേക്കുള്ള തിരിച്ചുപോക്കായി. എന്റെ വീട് ഓല മേഞ്ഞ വീടായിരുന്നു. അപ്പോ ചെറുപ്പത്തിൽ അങ്ങനെ ശീലമായതാണ്. പിന്നെ ഇപ്പോഴാണ് എനിക്കിത് മുടയാനുള്ള ഒരു അവസരം കിട്ടി. വളരെ സന്തോഷമുണ്ട്. UP സ്കൂളിനോട് ഞാൻ വീണ്ടും ഒരു ഓലമടയിൽ എത്തിയിലേക്ക് വളരെ സന്തോഷമുണ്ട്. അവരോട് നന്ദി അറിയിക്കുകയാണ് ഞാൻ. മത്സരത്തിൽ മെനഞ്ഞെടുത്ത ഓലകൾ വാർഷിക പരിപാടികൾക്ക് ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. വാർഷികാഘോഷത്തിനുള്ള കൗണ്ടറുകൾ അടക്കം നിർമ്മിക്കുവാൻ ഇവ ഉപയോഗിക്കും. ജനം, കോഴിക്കോട്.